കുട്ടിക്കാലത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു കഥയുണ്ട്, അതിങ്ങനെയാണ്. രണ്ടുപേർ നടക്കാൻ പോയി. ഒരാൾ അന്ധനും മറ്റേയാൾ മുടന്തനും. രണ്ടുപേരും കാട്ടിലൂടെ ഒരു ദീർഘദൂര യാത്രയിലാണ്. യാത്രക്കിടയിൽ ഒരു കാട്ടുതീ കാടിനെ ആക്രമിച്ചു. രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. എങ്കിലും മനധൈര്യം വീണ്ടെടുത്ത് രണ്ടുപേരും പരസ്പരം സഹായിക്കാൻ ഇറങ്ങി. മുടന്തനെ അന്ധൻ തോളിലെടുത്തു. രണ്ടുപേരും യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തി. വൈകാരികമായും ശാരീരികമായും ഒക്കെ ഒട്ടേറെ അസ്വാസ്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പരസ്പര സഹകരണത്തോടെ പാരസ്പര്യത്തോടെ നമുക്ക് മുന്നേറാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ ഒരുപാട് വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വൈകാരികമായ വൈകല്യങ്ങളും ശാരീരികമായ വൈകല്യങ്ങളും അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ബന്ധുക്കളായ കുട്ടികളുണ്ട്, പ്രത്യേകിച്ചും സഹോദരനോ സഹോദരിയോ ആയിട്ടുള്ളവർ. വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദരിമാർ പലപ്പോഴും പരിഗണിക്കപ്പെടാറുള്ളത് ഇല്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ആ സത്യത്തെ അഭിമുഖീകരിക്കാനാണ് ഇന്ന് കുട്ടിക്കാലം ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്. ആ വിഷയത്തിന് എങ്ങനെ പരിഹാരമുണ്ടാക്കാം എന്ന ആലോചനയിലാണ് നമ്മൾ. തീർച്ചയായും വൈകാരികമായും മാനസികമായും ശാരീരികമായും ഒക്കെ വൈലക്ഷണ്യങ്ങൾ അനുഭവിക്കുന്ന, ദുരിതം പേറുന്ന കുഞ്ഞുങ്ങളുടെ സഹോദരങ്ങളാകുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് ഞങ്ങൾ ക്യാമറ തിരിക്കുകയാണ്. ഇതൊരു വലിയ വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ സമൂഹം അത്രയേറെ ചർച്ച ചെയ്യാത്തൊരു വിഷയവുമാണ്. എന്താണ് വെച്ചാൽ നമുക്ക് അവരോടുള്ള സമീപനത്തിൽ ചെയ്യാവുന്ന രീതി എന്താണ്? സാധാരണ ഒരു കുടുംബത്തിൽ ഒറ്റ കുട്ടി ഉണ്ടാവുക, 2-3 കുട്ടികൾ ഉണ്ടാവുക. ഒറ്റ കുട്ടിക്ക് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് ഉണ്ടാവും. അത് ഫിസിക്കലി ഡിസേബിൾഡ് ആയാലും മെൻ്റലി ഡിസേബിൾഡ് ആയാലും മാനസികമോ ശാരീരികമായിട്ട് ഡിസേബിൾഡ് ആയാലും. പക്ഷേ അത് 2-3 പേരുള്ള ഒരു വീട്ടിലാണെങ്കിൽ മൂത്ത കുട്ടിക്ക് അസുഖമുണ്ടാവുകയും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ളോ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും തുടർന്ന് വരുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്കതൊരു ഡിസ്കഷന് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മൂത്ത കുട്ടിക്ക് അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസ് തമ്മിൽ ആദ്യത്തെ കുട്ടിയാണ്. അതിനെ എങ്ങനെയെങ്കിലും വളർത്തണം, അതിനെ വലുതാക്കണം, അതിനുവേണ്ടി എന്തും ചെയ്യാൻ പേരൻസ് തയ്യാറാണ്. പക്ഷേ രണ്ടാമതുണ്ടാകുന്ന കുട്ടിയെയും മൂന്നാമതുണ്ടാകുന്ന കുട്ടിയെയും പലപ്പോഴും അവോയ്ഡ് ചെയ്യപ്പെടുകയാണ്. അത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു അവോയ്ഡൻസ് അല്ല, പക്ഷേ അത് നാച്ചുറലായിട്ട് സംഭവിച്ചു പോവുകയാണ്. അവിടെയാണ് ഈ കുട്ടികളെക്കുറിച്ചുള്ള കൂടുതൽ മനസ്സിലാക്കേണ്ടതും പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒപ്പം നിന്നുകൊണ്ട് തുടർന്ന് വരുന്ന മറ്റു കുട്ടികൾക്കും ഇതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതി കൊടുത്താൽ മതി, ഇതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരാകും എന്ന ഒരു ബോധ്യത്തിലേക്ക് മാതാപിതാക്കൾ വളരേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ പൊതുസമൂഹം പറയാറുള്ളത് വൈകല്യമുള്ളവരെ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നോക്കണം. തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. വൈകല്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയവും ഒക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്, അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു വശത്ത് പറയുന്നത് തീർച്ചയായിട്ടും വൈകല്യമുള്ളവരോടൊപ്പം തന്നെ വൈകല്യമുള്ളവരുടെ സഹോദരനെയോ സഹോദരിയോ കൂടി നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കുകയും വേണം. ഒരു തുല്യത എന്ന് പറയുന്നത് കൃത്യമായി പാലിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെ ലഭിക്കുന്ന നിലയിൽ പോകണമെന്ന് പറയുന്നത്. മറ്റൊരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. അത് വൈകല്യമുള്ള ആളിന് അല്പം പോലും കെയർ കൊടുക്കാതെ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടാക്കിയിട്ട് അങ്ങനെ സംരക്ഷിക്കുന്ന രീതിയുണ്ട്. യഥാർത്ഥത്തിൽ വൈകല്യമുള്ളവരോടൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ചും കുടുംബത്തിലെ മൂത്ത ആൾക്കാണ് വീട്ടിൽ വൈകല്യമുള്ളതെങ്കിൽ ഇളയ ആളുകൾക്ക് കെയർ നഷ്ടപ്പെടുന്നുണ്ടോ? അതൊരു യാഥാർത്ഥ്യമാണ്. ആ വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അവിടെ ഈ പറയുന്ന യാഥാർത്ഥ്യം നമുക്ക് വൈകല്യം ഒരു കഴിവുകളുടെ കുറവുള്ളത് തന്നെയാണ് നമ്മൾ വൈകല്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു ശാരീരിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഡെഫിസിറ്റ് ആയിരിക്കാം ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നത്. അവർ മാത്രമല്ല മാനസികമോ ആയിരിക്കാം. അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അനുജനോ അല്ലെങ്കിൽ അനിയത്തിക്കോ കൊടുക്കേണ്ട സപ്പോർട്ടുകൾ പോലും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട സമയം പോലും മാതാപിതാക്കൾ ചിലപ്പോൾ ഈ ഒരു വൈകല്യമുള്ള കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവരെ നോട്ടീസ് ചെയ്യപ്പെടാതെ പോകാറുണ്ട്. അത് പലപ്പോഴും പല മാനസിക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈകാരികമായ ചില പ്രശ്നങ്ങളിലോട്ട് എത്താറുണ്ട്. അവരെ കൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ശരിയാണ്, സമൂഹത്തിൽ അത് അത്ര അധികം പേരില്ലെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു അത് അവരെ ഒന്ന്
കൺസോൾ ചെയ്യത്തക്ക രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മളെ മുമ്പേ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം എനിക്ക് തോന്നുന്നു അതൊന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന്. അതൊന്ന് വിശദീകരിച്ചാൽ കുറെ കൂടെ വിഷയം ആളുകൾക്ക് വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, നല്ല മിടുക്കിയായിട്ട് പഠിച്ചിരുന്നതാണ്. 6ാം ക്ലാസ് മുതലേ കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം മുതൽ ഈ പേരൻസ് 4 പെൺകുട്ടികളുള്ള വീടാണ്. ഏറ്റവും മൂത്ത കുട്ടിക്കാണ് പ്രശ്നം. അപ്പം പേരൻസ് സ്വാഭാവികമായിട്ട് ഈ മൂത്ത കുട്ടിയെ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം ക്ലാസ്സിലെ ടോപ്പാണ്, എല്ലാ വിഷയത്തിനും 90+ മാർക്കുള്ള കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് അവൾ നന്നായിട്ട് പഠിക്കും, അവൾക്ക് നല്ല ജോലി കിട്ടും. അപ്പം ശ്രദ്ധ മുഴുവൻ ഈ കുട്ടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. തുടർന്ന് വന്ന 8ാം ക്ലാസ്സിൽ പഠിച്ചും 6ാം ക്ലാസ്സിൽ പഠിച്ചും 4ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ അമ്മയും അപ്പനും ശ്രദ്ധിച്ചില്ല. അപ്പൻ കള്ളു കുടിക്കുന്ന വ്യക്തിയാണ്. തുടർന്ന് അത് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. കാരണം രണ്ടാമത്തെ കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞു തുടങ്ങി, അച്ഛാ ഈ മമ്മി ഞങ്ങളെ നോക്കാറില്ല, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറില്ല, എപ്പോഴും ചേച്ചിയുടെ കൂടെ. അപ്പം അത്ര ക്ലിയർ ആയിട്ട് ആ കുട്ടികൾക്ക് സെൻസ് ചെയ്തു എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മൂത്ത കുട്ടിയെ നോക്കണം, ശുശ്രൂഷിക്കണം. ഒപ്പം ഇവരെ മറന്നു കളയരുത്. ഇവർക്ക് വേണ്ടി ഈ മൂത്ത മോൾക്ക് വേണ്ടി കൊടുക്കുന്ന അതേ എഫേർട്ട് തന്നെ ഇവർക്കും കൂടെ വേണം. അതുപോലെ തന്നെ മൂത്ത കുട്ടിക്ക് കൊടുക്കുന്ന അതിനൊരു ലിമിറ്റുണ്ട്. എത്ര കൊടുത്താലും അതിൻ്റെ ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു പകുതി എഫേർട്ട് മതിയാകും. ഒരുപക്ഷെ ഈ താഴേക്ക് വരുന്നവരെല്ലാവരും നന്നായിട്ട് ഗ്രോ ചെയ്ത് ഈ കുട്ടിയെ കൂടെ നോക്കാൻ, ഈ മൂത്ത കുട്ടിയെ കൂടെ നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇവർ വളർത്തിയെടുക്കാൻ സാധിക്കും. ആ പേരൻസ് ഒരുപക്ഷെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഫസ്റ്റ് കുട്ടിയോട്, ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടിയോട്. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവാണ് ഇന്നത്തെ കുട്ടിക്കാലം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഈ താഴെ അച്ഛൻ പറഞ്ഞ പോലെ ഇളയത്തിങ്ങൾ വരുന്ന അവർക്ക് ഒരു മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യാറുണ്ട്. അവരും പലപ്പോഴും മറ്റു പല അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും. കാരണം എന്താ, അസുഖം ഉള്ളത് കൊണ്ട് ചേച്ചിക്ക് ഒരു പരിഗണന കൊടുക്കുന്നു. അപ്പം ഞങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയും ശ്രദ്ധ കിട്ടും. അതുകൊണ്ട് അവർ ചിലപ്പോൾ അവർക്ക് ശരിക്കും പലവിധ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വൈകാരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അവർക്ക് സ്കൂളിൽ പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും എനിക്ക് പേരൻസിൻ്റെ അറ്റൻഷൻ കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തിപ്പെടും. അത് ചിലപ്പം സ്വഭാവ ദൂഷ്യങ്ങളിലേക്കോ മാനസിക പ്രശ്നങ്ങളിലേക്കോ ഒക്കെ ആയിട്ട് എത്തിച്ചേരാം. ഇപ്പൊ നമ്മൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇപ്പൊ മറ്റു എല്ലാ കുട്ടികൾക്കും ശരിയായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ ശ്രദ്ധയിൽ കിട്ടാൻ വേണ്ടി ഇപ്പൊ ചിലപ്പോഴൊക്കെ ഈ മറ്റു സിബ്ലിങ്സ് ഒക്കെ ഒരു സിക്ക് റോള്, എനിക്കൊരു അസുഖമുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഈ ശ്രദ്ധയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റു മാനസികമായിട്ടോ ഒരു അസുഖം ഇല്ലെങ്കിൽ തന്നെയും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ കിട്ടാൻ, ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഡിസേബിൾഡ് ആവുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കുന്നു. പക്ഷെ മറ്റു കുട്ടികൾക്ക് മാതാപിതാക്കൾ ശ്രദ്ധയെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ സിക്ക് റോൾ, ഒരു മാനസിക അസുഖം ഉണ്ടാക്കിയെടുത്തോ അല്ലെങ്കിൽ ശാരീരിക പല ലക്ഷണങ്ങളെ കാണിച്ചോ ഈ ശ്രദ്ധയെ നേടാനായിട്ട് ശ്രമിക്കും. ഇതൊന്നും കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഈക്വലി, അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അമ്മ മൂത്ത ഒരു ഡിസേബിൾഡ് ആവുന്ന കുട്ടിക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛൻ മറ്റെല്ലാവർക്കും ഒരു ശ്രദ്ധയെ കൊടുക്കാൻ. കാരണം നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. നമുക്ക് ആ കുട്ടിയെ മറക്കാൻ പറ്റില്ല. ഇല്ല. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒട്ടും പരിഗണന കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഓവർ പരിഗണനയും കൊടുക്കാൻ പാടില്ല. അപ്പൊ അവിടെ 2 പാരന്റുകളും സെപ്പറേറ്റ് ചെയ്തുള്ള ഒരു അറ്റൻഷനെ കൊടുക്കാൻ, ഈക്വൽ ആവുന്ന തരത്തിൽ ആ ഒരു ശ്രദ്ധയെ നിലനിർത്താൻ. ഇല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയോ അപ്പൂപ്പനോ അല്ലെങ്കിൽ മറ്റു റിലേറ്റീവ്സ് വീട്ടിലുണ്ടെങ്കിൽ ഇവർക്കൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഒരു അനുഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അതായത് എൻ്റെ ഒരു സ്റ്റുഡന്റ് നീലിമ എന്നാണ് അവളുടെ പേര്. അവളുടെ അനുജനെ, അതായത് ഡിസേബിൾഡ് ആയ അനുജനെ, മാനസികമായിട്ടുള്ള വളർച്ചയില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെയും കൊണ്ട് കോളേജിൽ വരിക, പലതവണ അവൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തുക. സാധാരണ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇങ്ങനെ ഒരാളുണ്ട് വീട്ടിൽ എന്ന് പറയാനുള്ള ഒരു നാണക്കേടുണ്ട്. പക്ഷേ ഈ കുട്ടി അങ്ങനെ കൊണ്ടുവരികയും അവനെ സമൂഹത്തിൽ പിള്ളേരുടെ ഇടയിൽ തന്നെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൂത്ത കുട്ടിയാവുമ്പോൾ ഈ സമീപനം വ്യത്യസ്തമാകും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ഈ നല്ല ഉത്തരവാദിത്വവും മാതാപിതാക്കൾ കുറച്ചും കൂടെ അവരെ കെയർ ചെയ്യുന്ന കണ്ട് പഠിക്കുകയാണ് കുട്ടി. അതിനല്ല, ഇളയതിനെ എപ്പോഴും നോക്കാനുള്ള ഒരു സ്നേഹം, വാത്സല്യം, കളിക്കാനുള്ള കാര്യങ്ങൾ ഈ കുട്ടിയാണല്ലോ. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓൾറെഡി ടീച്ചിങ്സ് വരുന്നുണ്ട് കുട്ടികൾക്കും, പേരൻസും, മുതിർന്നവർ കുഞ്ഞുങ്ങളെ സഹായിക്കണം, ഇങ്ങനെയുള്ളവർ ഓൾറെഡി ആൾ എഡ്യൂക്കേറ്റഡ് ആണ്. സമയം താഴേക്ക് വരുമ്പോൾ അത് തിരിച്ചാ, അവർ ഇളയതുങ്ങളാണ്. ഓക്കെ. അപ്പോൾ അവിടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് പോലും നമുക്കൊരു, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾ തമ്മിൽ 3 വയസ്സിൻ്റെയാണ് ഗ്യാപ്പ് ഉള്ളെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഏജ് ഉണ്ട്, അല്ലെങ്കിൽ 3 വയസ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മറ്റൊരു കുട്ടിയെ മനസ്സിലാക്കാൻ മുതിർന്നൊരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റും.
പക്ഷേ അതില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അതിപ്പോൾ മൂത്തൊരു കുട്ടിക്കാണ് ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള കുട്ടി മെച്യൂർ ആയിട്ടില്ല, അവരെ മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു അളവിലോട്ട് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർ കെയർ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ മൂത്ത കുട്ടിക്ക് പ്രോബ്ലം ഇല്ലാതിരിക്കും, താഴെയുള്ള കുട്ടിക്കാണ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ കെയർ ചെയ്യാറുണ്ട് സാധാരണയായിട്ട്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ വ്യത്യസ്തമായ നിലയിൽ രൂപപ്പെടുത്തുകയല്ലേ ഇതിന് പരിഹാരം. അല്ലാതെ നമ്മൾ ഈക്വൽ വേണമെന്ന് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ബാലൻസ് എങ്ങനെയാവും എന്നറിയില്ല. പക്ഷെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ ഒന്ന് പൊളിച്ചെഴുതുകയല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും കുടുംബാന്തരീക്ഷം പൊളിച്ചെഴുതുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മാതാപിതാക്കൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആകണം, അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം വേണം. അപ്പനും അമ്മയും ഒരുപോലെ ഇതിനുവേണ്ടി പരിശ്രമിക്കണം. കാരണം മൂത്തത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാലും തുടർന്ന് വരുന്നത് പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മെനാർക്കി സ്റ്റേജിൽ അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളും. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളും കിട്ടാതെ വരുമ്പോൾ അവർക്ക് അസ്വസ്ഥതകളുണ്ടാകും, അവർ സമൂഹത്തിൽ തള്ളപ്പെടും, അത് ലവ് അഫെയറിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും പോകും. ഇതിനേക്കാളും ദുരിതമായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള വേറെ ഒരു പ്രശ്നമില്ലാത്ത ഈ കുട്ടികളാണ് അങ്ങനെ അവർക്ക് കിട്ടേണ്ട ഗൈഡൻസ് കിട്ടാതെ അവർ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓർപ്പിക്കുക. ഇങ്ങനെ പലപ്പോഴും ഈ പേരൻസ് ഈ മൂത്ത ആൾക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ വളർന്നു വരുന്ന പിള്ളേർക്ക് മൂത്തയാളോട് ശരിക്കും ഒരു സഹതാപമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ കൂടുതലായിട്ട് ഇങ്ങനെ തോന്നത്തില്ല. ഒരു ശത്രുതാ മനോഭാവം പൊതുവെ വരാം. അതായത് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്നേഹവും കൂടെ വാരിയെടുക്കുന്ന ഒരാൾ എന്നുള്ള ഒരു മനോഭാവം പൊതുവെ കണ്ടുവരാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ പേരൻസ് കൊടുക്കുന്ന ഒരു സ്നേഹം, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരളവിലെങ്കിലും ഈ ഒരു ഈക്വലൻസി അവിടെ കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഇളയ കുട്ടികളെ യാഥാർത്ഥ്യം ബോധിപ്പിക്കാം. ദാറ്റ് മീൻസ് ഇപ്പോൾ എന്തുകൊണ്ടാണ് വീട്ടുകാർ ചിലപ്പോൾ ഒരു പരിഗണന അവർക്ക് കൊടുക്കുന്നതായിട്ട്, കൂടുതലായിട്ടും എൻ്റെ എൽഡർ ചേച്ചിക്ക് അല്ലെങ്കിൽ ചേട്ടന് കൂടുതൽ കൊടുക്കുന്നത്, ഈ ഡിസേബിൾഡ് ആവുന്ന കുട്ടിക്ക് കൂടുതൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സപ്പോർട്ട് ആവശ്യമാണ്. എന്നെ പോലെയോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകളെ പോലെയോ അവർക്കത് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ അതൊരു വലിയൊരു തിരിച്ചറിവിലോട്ട് എത്തിക്കും. കാരണം എൻ്റെ കൂടി ഒരു സഹായം, പരിഗണന ചിലപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ വീട്ടുകാർ ആ ഒരു അറ്റൻഷനെ മുതിർന്ന കുട്ടികൾക്ക് കൊടുത്താലും അവർ അത്ര വലിയൊരു പെയിൻ അനുഭവിക്കില്ല. ഇല്ലെങ്കിൽ അതിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു റിയാലിറ്റി ആദ്യം ബോധ്യപ്പെടുത്തിയിട്ട് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കുടുംബ സാഹചര്യത്തിൽ ഈ ഡിവൈഡഡ് അറ്റൻഷനെ ഒന്ന് കൂടുതലായിട്ട്, ഇപ്പോൾ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കാൻ. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നല്ല കഴിവുകളെ, അവരുടെ ഉണ്ടാകുന്ന നല്ല കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഈ പറയുന്ന സ്കൂളിൽ നിന്നുള്ള കുറേ നല്ല പ്രചോദനങ്ങളെ കൊടുക്കാം, കൂട്ടുകാരിൽ നിന്ന് കുറേ സപ്പോർട്ടുകൾ കൊടുക്കാം, ഇവർക്ക് സന്തോഷം തരുന്ന കുറേ പ്രവൃത്തികളിൽ ഇവർ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊക്കെ വീണ്ടും ആ ഒരു നല്ലൊരു അറ്റൻഷൻ അല്ലെങ്കിൽ നല്ലൊരു ശ്രദ്ധ നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് ഇവരുടെ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ തന്നെ കുടുംബാന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്ന് പറയുന്നത് വല്ലാത്ത സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ. ഈ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഈ അർത്ഥത്തിൽ നമ്മളുടെ ഈ ഒരു മനഃശാസ്ത്രത്തിന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് നീങ്ങണം എന്ന് എങ്ങനെ നമുക്ക് നിർബന്ധിക്കാൻ കഴിയും? അതൊരു വലിയ ചോദ്യമല്ലേ. തീർച്ചയായിട്ടും അതിനാണ് പ്രൊഫഷണൽസ് ഇവരെ സഹായിക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവരുടെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് ഇവർക്ക് തീർച്ചയായിട്ടും ഗൈഡൻസ് പോകുന്നുണ്ടാവും. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ് തീർച്ചയായിട്ടും ഗൈഡൻസ് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അത് ഇതിനോട് മാത്രം അറ്റാച്ച്ഡ്, ഇതിന് മാത്രം പ്രാധാന്യം ഈ ഇളയ കുട്ടികളുടെ ടീച്ചേഴ്സ് സ്കൂളിൽ ഇന്ന് വരണമെന്ന് പറയുമ്പോൾ അന്നും ഈ കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ നന്നായിട്ട് ബാധിക്കും. തീർച്ചയായിട്ടും ആ ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് പല കുടുംബങ്ങളിലും ഞങ്ങൾ അങ്ങനെ കാണുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇത് ഡിസ്കഷൻ എടുത്തത് തന്നെ. തീർച്ചയായിട്ടും മറ്റു കുട്ടിക്ക് കൊടുക്കേണ്ട റോള് തീർച്ചയായിട്ടും കൊടുക്കണം, ഉറപ്പായിട്ടും. ആ പ്രൊഫഷണൽസിന് ചില കാര്യങ്ങൾ ഗൈഡ് ചെയ്യുമ്പോൾ പേരൻസ് മാത്രം ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്ന് വിചാരിക്കില്ല. പേരൻസ് എന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത കുട്ടിയെ ഞാൻ മാത്രം നോക്കിയാലേ വെല്ലുമിച്ച് നോക്കാം. എന്നിട്ട് വെല്ലുമിച്ച് ചെയ്യിപ്പിച്ചിട്ട് അന്നത്തെ അവൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ടൊരു അനുവാദം അല്ലെങ്കിൽ കൂടെ നിർത്താൻ ഒരു സമയം കൊടുക്കണം. അല്ലാതെ ഞാൻ മാത്രം ചെയ്താലേ ഇത് ശരിയാവൂ എന്ന് വിചാരിക്കരുത്. എന്നിട്ട് മറ്റു കുട്ടികളുടെ കൂടെ അമ്മ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമം, മനോഭാവം ഈ പേരൻസ് വളർത്തിയേ പറ്റത്തുള്ളൂ. ഈ ചിലപ്പോഴൊക്കെ നല്ലൊരു അമ്മയ്ക്ക് ശ്രദ്ധയെ കൊടുക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ഒരു ടൈം വെക്കുന്നത് ശരിയാണ്. ഇപ്പോൾ മൂത്ത കുട്ടി, അസുഖമുള്ള കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഞാൻ കൂടുതൽ ശ്രദ്ധ, അത് ഈ അനീതിയുടെ അടുത്ത് പോയിരുന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ചിലപ്പോൾ അവളെ ഒന്ന് കൺസോൾ ചെയ്ത് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ദാറ്റ് മീൻസ് സമയത്തെ, ക്വാളിറ്റി ആവുന്ന സമയത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഇങ്ങനെ ശ്രമിക്കുന്ന ഒന്നുകൂടി സഹായിക്കുന്നതാണ്.
അതോടൊപ്പം തന്നെ ഈ താഴെയുള്ള കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിൽ പ്രോത്സാഹിപ്പിക്കാൻ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആയിരിക്കും. ചിലപ്പോൾ മ്യൂസിക് അറിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മ്യൂസിക് ക്ലാസ്സിലോട്ട് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഡാൻസ് അറിയുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു കോച്ചിങ് കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടി ബോധ്യപ്പെടുന്നു, ഓക്കെ എൻ്റെ കഴിവുകളെ അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തക്കതാവുന്ന സാഹചര്യങ്ങളിലൂടെ എനിക്കുള്ള ഫെസിലിറ്റീസ് തരുന്നുണ്ട് എന്ന് ആ കുട്ടിക്ക് ബോധ്യപ്പെടാനൊക്കെ സാധിക്കും. അങ്ങനെ ഒക്കെ അറ്റൻഷൻ, കാരണം അമ്മയുടെ ഫിസിക്കൽ അറ്റൻഷൻ മുഴുവനായിട്ടും ചിലപ്പോൾ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല താഴെയുള്ള കുട്ടിക്ക്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു അങ്ങനെ എന്തെങ്കിലുമുള്ള ട്രെയിനിങ് കൊടുക്കുന്നവരുടെ സമയത്തിന് ഇവർ അലോട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും സഹായിക്കാറുണ്ട് സാധാരണയായിട്ട്. ഇതോടൊപ്പം തന്നെ ഈ ഡിസേബിലിറ്റി ഉള്ള കുട്ടിയുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരോടും കൂടെ പറയുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെയാണ് ഡിസേബിലിറ്റി ഉള്ള കൊച്ചിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ല എന്തൊക്കെ കുറവുകളാണുള്ളത്, എന്തുകൊണ്ടാണ് അമ്മ എപ്പോഴും കൂടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ഇളയ പിള്ളേർക്ക് അത് കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ഒരു ക്വാളിറ്റി ടൈം, ഒരുപാട് സമയമില്ലെങ്കിലും കുറച്ച് സമയമാണ് ഇളയ പിള്ളേരുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ അവർക്കൊരു ഫീൽ ചെയ്യണം, ഓക്കെ അമ്മ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് സമയം തന്നു എന്നുള്ളൊരു ഫീലിംഗ് മാത്രം. സാധാരണഗതിയിൽ ഈ ഇങ്ങനെയുള്ള ഒരു ഡിസേബിൾഡ് ആകുന്ന കുട്ടികളെ അംഗീകരിക്കാനുള്ള, പ്രത്യേകിച്ച് ആ ആൾ മുതിർന്നയാളാണെങ്കിൽ, വീട്ടിലെ മുതിർന്നയാളാണെങ്കിൽ അംഗീകരിക്കാനുള്ള ഒരു പ്രവണത പൊതുവെ കുടുംബത്തിലെ ഇളയ കുട്ടികൾക്ക് ഉണ്ടാവാനിടയില്ല. കുടുംബാന്തരീക്ഷം തന്നെ വ്യത്യസ്തമായ നിലയിൽ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്കതിനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, കുറെക്കൂടെ പിന്നെ കൃത്യമായി ഇതിനെ എങ്ങനെ സമീപിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പൊതുവെ നമ്മൾ ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള മൂത്ത സഹോദരങ്ങളുണ്ടെങ്കിൽ താഴേക്ക് വളർന്നു വരുന്ന പിള്ളേർക്ക് പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യകത നമ്മൾ കണ്ടുവരാറുണ്ട്. അവർക്കിപ്പം സാറ് പറഞ്ഞ പോലെ എന്താണ് ഈ ഒരു സമൂഹത്തിൽ ഒരു ചേട്ടനോ ചേച്ചിയോ ഒരു ഡിസേബിൾഡ് ആണെന്നുള്ള കാര്യം പറയാൻ തന്നെ ഒരു നാണക്കേടായിരിക്കും. അപ്പം അതുമായിട്ട് മുന്നോട്ട് ജീവിക്കുക അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയേ പറ്റത്തുള്ളൂ, കാരണം ഏതായാലും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഡിസേബിലിറ്റി. അപ്പോൾ മൂത്തയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇളയ സഹോദരങ്ങളോട് ഒന്ന് അക്കമ്പനി ചെയ്യാനായിട്ട് അവിടെ ചെന്ന് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് സംസാരിക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ, എന്തൊക്കെ കെയറാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ കെയർ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി കഴിയുമ്പം ആ വ്യക്തിയുടെ ഭാഗത്ത് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചൊന്ന് കുറയും. അവർക്ക് കുറച്ചും കൂടെ എന്താണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ആ ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനാണ്, ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. അച്ഛാ, ഇവരുടെ ഒരു പുനരധിവാസം എന്ന് ഞാൻ പറയുമ്പോൾ 24 മണിക്കൂറും നമുക്ക് വീട്ടിൽ ഇവരെ പുലർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും കുറച്ച് സമയം ഇവർക്ക് മറ്റൊരു മേഖലയിൽ ഒരു സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യകതയാണ്. അതെ, ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനുവേണ്ടി തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, വൊക്കേഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഡേ കെയർ കൊടുക്കാൻ വേണ്ടി ഈ പേരൻസ് അതിന് തയ്യാറാകണം. പലപ്പോഴും പേരൻസ് തന്നെ അവരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ അതിനുള്ള ടെസ്റ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്ത് സൈക്കോളജിസ്റ്റിനെ കണ്ട് അത് ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ കപ്പാസിറ്റി തിരിച്ചറിഞ്ഞ് അതിന് പറ്റിയ വൊക്കേഷണൽ ട്രെയിനിങ്ങും ലൈഫ് സ്കിൽസ് ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കണം. അപ്പം അതിന് പേരൻസ് തയ്യാറാവുമ്പോൾ അവർക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. കാരണം കുട്ടി സ്കില്ലിലൂടെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം പേരൻസിന് കുറച്ച് സമയം ഫ്രീഡം കിട്ടും, കുറച്ച് സമയം അവരുടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ താഴെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവർക്ക് കൂടുതൽ സമയം കിട്ടും. എങ്കിൽ മാത്രമേ അവരും കുറച്ച് സ്ട്രെസ് ഔട്ട് ആവത്തുള്ളൂ, ആ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് കൂടി വരും. അപ്പോൾ അത് കൂടുതൽ പ്രോബ്ലംസ് ആണ്, ഈ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം തുടർന്ന് താഴെ വരുന്ന കുട്ടികൾക്കും കൂടെ സമയം കണ്ടെത്താനും അവർക്ക് വൈകുന്നേരം വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാനും ഈ അമ്മയ്ക്ക് സാധിക്കും. അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് വളർത്താനായിട്ട് അവർക്ക് ഈ പ്രൊഫഷണൽ ട്രെയിനിങ് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കുട്ടികളെ താഴെയുള്ള കുട്ടികളെ അനുജനെയോ ഒക്കെ നമുക്ക് ഒന്നുകൂടിയൊക്കെ മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാവുന്ന ആ സ്നേഹത്തിലോട്ട് അടുപ്പിക്കുന്നത്. കാരണം മാതാപിതാക്കളുടെ സ്നേഹം പരിഗണന കുറഞ്ഞാൽ തന്നെയും ഇതിനെല്ലാം സൃഷ്ടാവായിരിക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വളർത്തി കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി രൂപപ്പെടണം. അത് അവരെ വലിയൊരു ആശ്വാസത്തിലോട്ട്, വലിയൊരു സ്നേഹത്തിലോട്ട്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഒരു കരുണയിലോട്ട് ആക്കാനായിട്ട്
അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതി, വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ തന്നെയും, എനിക്ക് പരിഗണനകൾ കിട്ടുന്നില്ലെങ്കിൽ തന്നെയും അർഹമായിട്ടുള്ള രീതിയിൽ മറ്റൊരാൾക്ക് പരിഗണന കൊടുക്കാനൊക്കെ ഈ ദൈവത്തിൽ ഉണ്ടാവുന്ന വിശ്വാസം, മതപരമായ ചില ക്രമങ്ങളിലൊക്കെ ഇടപെടുന്നതൊക്കെ തീർച്ചയായിട്ടും സഹായിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓറിയന്റേഷൻ എനിക്ക് തോന്നുന്നു മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവണം, ഒരു പക്ഷേ ഇത് ഇവർക്കും ഉണ്ടാകാമായിരുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അത് മൂത്ത മകൾക്ക് ആണ് ഉണ്ടായത്, ഞങ്ങൾക്ക് ഉണ്ടാകാമായിരുന്നു, അതിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അപ്പം ആ ഉത്തരവാദിത്വം, ഈ കുട്ടിയെ നോക്കാനുള്ള കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. കാരണം നമുക്കത് നൽകാതെ ദൈവം നമ്മളെ കാത്തു രക്ഷിച്ച് ഈ ചേച്ചിയെ കൂടുതൽ ശ്രദ്ധയോടെ കരുതാൻ വേണ്ടി ഉള്ള ഒരു ചാൻസ് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് വളരുമ്പോൾ ഭാവിയിൽ അവർ തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാകും, ആ ഗ്യാപ്പ് കുറയുകയും ചെയ്യും. അതല്ലെങ്കിൽ ഒരു കുറേ ഏറെ കാലം കഴിയുമ്പോൾ ഈ മൂത്ത ഡിസേബിൾഡ് ആയിട്ടുള്ള ആ വ്യക്തി എന്താണ് പേരൻസ് ഒന്നും ഇല്ലാണ്ടായി കഴിയുമ്പോൾ ആരും ഇല്ലാതെ ഒരു അനാഥയായി പോകരുത് എന്നുള്ള ഒരു ചിന്ത ഏതായാലും ഇളയ സഹോദരങ്ങൾക്ക് ഏതായാലും ഉണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ഈ ഡിസബിലിറ്റിയെ തന്നെ നമ്മൾ നിർവചിക്കുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ മറ്റു പല തലങ്ങളിൽ അവൻ കഴിവുള്ളവനാണെന്നാണ്. ഇത് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴൊക്കെ കാഴ്ചയ്ക്കായിരിക്കും കുറവുണ്ട്, പക്ഷെ അവൻ്റെ കേൾവി ശക്തി വളരെ എഫക്റ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ കേൾവിക്കായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങളിലായിരിക്കാം, ചിലപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളിലായിരിക്കും ചിലപ്പോൾ കുറവുകളുണ്ടാകും. പക്ഷെ മറ്റു പല തലങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ബുദ്ധിപരമായ കഴിവുകൾ കുറവുകളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് ഈ പറയുന്ന മക്കൾക്ക്, താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരൊക്കെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. എന്നാൽ നമ്മുടെ ചെറിയൊരു സപ്പോർട്ട് ചിലപ്പോൾ ഈ ഒരു ഡിസബിലിറ്റി ഉള്ള ഏരിയയിൽ ചിലപ്പോൾ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഒരു അറ്റൻഷൻ്റെ കുറവൊന്നും അവർക്ക് അത്ര വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും അതിനോടൊപ്പം തന്നെ ദൈവത്തിലും അതോടൊപ്പം തന്നെ കിട്ടുന്ന ചെറിയ സാഹചര്യങ്ങളിൽ മാക്സിമൈസ് ചെയ്യാൻ, അവരുടെ ആ നല്ല കഴിവുകളെ മാക്സിമൈസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ അതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും. മുതിർന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഡിസേബിൾഡായ ഒരു മകൻ ജനിച്ചപ്പോൾ രണ്ട് കൈകൊണ്ട് നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ സംഭാഷണം ഇങ്ങനെയാണ്: ലോകത്ത് ഈ കുഞ്ഞിനെ, ഇതുപോലൊരു കുഞ്ഞിനെ നോക്കാൻ ആരുണ്ട് എന്ന് ദൈവം ആലോചിച്ചു. ആലോചനയ്ക്കൊടുവിൽ ദൈവം കണ്ടെത്തിയത് എന്നെയാണ്. എന്നെ ഏൽപ്പിച്ചാൽ ഞാനിവനെ പൊന്നുപോലെ നോക്കും എന്ന് ദൈവം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ ഒടുവിലാണ് ദൈവം ഈ കുഞ്ഞിനെ എനിക്ക് തന്നത്. എത്ര പേർക്ക് പറയാൻ കഴിയും ഈ വാക്കുകൾ? നമ്മളൊക്കെ സ്നേഹത്തോടെ, ആദരവോടെ, വളരെ താല്പര്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാറോടടച്ച് ചേർത്ത് പിടിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും വൈകല്യങ്ങളോടെ ജനിക്കുന്ന നമ്മുടെ മക്കളെ. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളെ കൂടി പരിഗണിക്കാൻ, സ്നേഹത്തിൻ്റെ തലോടൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. അന്യോന്യം ഊന്നുവടികളാകുന്ന സ്നേഹത്തിൻ്റെ പുതിയ സങ്കല്പങ്ങൾ രൂപപ്പെടാൻ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം കൃപയാവട്ടെ എന്ന പ്രാർത്ഥനയോടെ കുട്ടിക്കാലത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും കത്തുകളിലൂടെയും നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം ഇതേ ദിവസം കാണാം. നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി. പിൻകോഡ് 680309. മെയിൽ @goodnesstv.tv. ഫോൺ 0480 2700 893.